ഇരു ദേശങ്ങളിലും ബഹുനില ആനപ്പന്തലുകൾ ഉയർന്നു. നെന്മാറ വല്ലങ്ങിവേലയുടെ പ്രധാന ആകർഷണമാണ് ആനപ്പന്തലുകൾ. സംസ്ഥാനത്തെ തന്നെ ബഹുനില ആനപ്പന്തലാണ് നെന്മാറയിലും വല്ലങ്ങിയിലും ഉയർന്നത്. നെന്മാറ ദേശത്തിനായി ആനപ്പന്തൽ ഒരുക്കിയിരിക്കുന്നത് ഷൊർണൂർ ചെറുതുരുത്തിയിലെ ആരാധന സെയ്തലവിയാണ്. ആനപ്പന്തലിന്റെയും ദീപാലങ്കാരത്തിന്റെയും ജോലികൾ 18 വർഷമായി ഏറ്റെടുത്ത് നടത്തുന്നത് സെയ്തലവിയാണ്. ഓരോ വർഷവും വ്യത്യസ്തമായ ദീപാലങ്കാരമാണ് ഒരുക്കുന്നത്. നെന്മാറ ദേശത്തിന്റെ പന്തൽ പോത്തുണ്ടി റോഡിലാണ് തല ഉയർത്തി നിൽക്കുന്നത്. 40ഓളം ജീവനക്കാർ 2 ആഴ്ച കൊണ്ടാണ് പന്തലിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചതെന്ന് ആരാധന സെയ്തലവി പറഞ്ഞു. ഏറ്റവും വലിയ പന്തൽ നെന്മാറ ദേശത്തിനല്ല, നെന്മാറ വേലക്ക് ഇവിടെയാണ് ഏറ്റവും വലിയ പന്തൽ ഉണ്ടാവുക. പിന്നെയൊക്കെ അതിനനുസരിച്ചുള്ള പന്തലുകളെ വരുള്ളൂ. ഒരു 600, 650, 700ഓളം കഴുങ്ങ്, 600-700ഓളം കഴുങ്ങ് വരും. മുള ഒരു 1000 മുളോളം വരും. പിന്നെ ഇരുമ്പ്, ഇപ്പോൾ അധികവും ഇരുമ്പിൻ്റെ ഡ്രസ്സുകൾക്ക് അങ്ങനെയുള്ള പരിപാടികളാണ് പന്തലിൻ്റെ കൂടെ ഉള്ളത്. എന്നിട്ടും ഇത്രയും കഴുങ്ങുകളും ഇതും പൈപ്പ് അങ്ങനെ ഒരുപാട് മെറ്റീരിയൽസ് വരുന്നുണ്ട്. പിന്നെ ട്രില്ലീസ്, അത് പിന്നെ ആവശ്യത്തിനുള്ളത് ഇങ്ങനെ സെറ്റ് ചെയ്യും. ഇപ്പോൾ ഒരേ ടൈമിൽ 40 ആൾക്കാരുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡേ നൈറ്റായിട്ട് 40 വർക്കേഴ്സിൻ്റെ ഒരു ഇത് നടന്നുകൊണ്ടിരിക്കും. ലൈറ്റും പന്തലും. ലൈറ്റ് മറ്റേ ക്ലാസിക് സൗണ്ട് ക്ലാസിക് ഗോപാൽ എന്ന് പറഞ്ഞ ആളാണ്, തൃശ്ശൂർ ആളാണ് ഇലുമിനേഷൻ. വ്യത്യസ്തമായ ദീപാലങ്കാരത്തിന് നേതൃത്വം നൽകുന്നത് ആർക്കിടെക്ട് കൂടിയായ മകൻ ഹൈദരാലി തന്നെയാണെന്നും സെയ്താലി പറഞ്ഞു. ഓരോ വർഷം തോറും നമ്മൾ പുതുമയുള്ളതാണ്. ഇപ്പോൾ ടെക്നോളജി ഓരോ വർഷം തോറും അത്രയും അപ്ഗ്രേഡാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ നമ്മൾ നെന്മാറ വേലക്കാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ നെന്മാറ വേലക്ക് നെന്മാറ ദേശത്തിന് വേണ്ടിയിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാറ്. ഓരോ വർഷത്തിലും ഓരോ പുതുമയുള്ള കാര്യങ്ങൾ അത് ഇത്തവണയും ഉണ്ടാകും. ആ വ്യത്യസ്ത രീതിയിലുള്ള ഒരു മോഡലുകൾ. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ ഏഷ്യയിലെ തന്നെ ഉത്സവങ്ങളിൽ ഏറ്റവും വലിയ ഉത്സവമാണല്ലോ നെന്മാറ വേല എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിലെ ഏറ്റവും വലിയ പന്തലും ഈ നെന്മാറ വേലക്കാണ് നമ്മൾ പന്തലിടുന്നത്. നെന്മാറ ദേശത്തിനാണ് നമ്മൾ ആ പന്തലിടുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ എലിവേഷണൽ ഡിസൈനിലാണെങ്കിലും അതിൻ്റെ ഇലുമിനേഷൻ ഡിസൈനിലാണെങ്കിലും അത്രയും വ്യത്യസ്തതകൾ നമ്മൾ പരിശോധിച്ച ശേഷമാണ് അതിലൊരു ഡിസൈനിങ്ങിലോട്ട് തന്നെ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വ്യത്യസ്ത രീതിയിലുള്ള മോഡൽ പൂർണ്ണമായും നമ്മളൊരു 1-ാം തീയതി നമുക്ക് അതിൻ്റെ വ്യക്തമായ രൂപം കിട്ടും. വല്ലങ്ങി ബൈപ്പാസിനു സമീപം പാടത്താണ് വല്ലങ്ങി ദേശത്തിന്റെ ബഹുനില ആനപ്പന്തൽ തലയുയർത്തി നിൽക്കുന്നത്. മലപ്പുറം എടപ്പാളിലെ നാദം ബൈജുവാണ് 8 വർഷമായി വല്ലങ്ങി ദേശത്തിനായി പന്തലും ദീപാലങ്കാരവും ഒരുക്കുന്നത്. 28 ജീവനക്കാർ 2 ആഴ്ച കൊണ്ടാണ് പന്തലിന്റെയും ദീപാലങ്കാരത്തിന്റെയും ജോലികൾ പൂർത്തീകരിച്ചതെന്ന് ബൈജു പറഞ്ഞു. 2019 മുതലാണ് നാദം വല്ലങ്ങി ദേശത്തിന് വേണ്ടിയിട്ട് പന്തൽ ചെയ്യാൻ തുടങ്ങിയത്. അവിടെ നിന്ന് ഇങ്ങോട്ട് തുടർച്ചയായിട്ട് ഇപ്പോൾ ഈ വർഷം വരെയും നാദം തന്നെയാണ് പന്തൽ ചെയ്യുന്നത്. എല്ലാ വർഷവും നമ്മൾ പുതിയ ഡിസൈനും കൊണ്ടാണ് ഇവിടെ വരുന്നത്. എല്ലാ വർഷവും നല്ല രീതിയിലുള്ള പന്തൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 30ലധികം ജോലിക്കാരാണ് ഇപ്പോൾ ഇവിടെ ജോലിക്ക് ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ ഇതിൽ കുറച്ച് പേര് മാത്രമേ ഇപ്പോൾ ഇവിടെ നിലവിലുള്ളൂ. ബാക്കി എല്ലാവരും വേറെ സ്ഥലങ്ങളിലേക്കായിട്ട് വർക്കിന് വേണ്ടി പോയിരിക്കുകയാണ്. 100 അടി വീതിയും 117 അടി ഉയരവും ആണ് ഈ പന്തലിൻ്റെ വലിപ്പം ഇപ്പോൾ നിലവിലുള്ളത്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ പന്തൽ നിർമ്മിക്കുന്നത് നെന്മാറ വല്ലങ്ങി ദേശക്കാരൻ തന്നെയാണ്. ഏറ്റവും വലിയ പന്തൽ ഇവിടെ തന്നെയാണ് ഏറ്റവും പുതിയ ഡിസൈനും നമ്മൾ കൊണ്ടുവരുന്നത്. ഒരു വർഷം വേല കഴിഞ്ഞ് പോയി കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത വർഷത്തേക്കുള്ള ഡിസൈൻ തയ്യാറെടുക്കലാണ് പിന്നെ ഞങ്ങളുടെ ജോലി. ഇവിടെ ചെയ്തതിന് ശേഷം പിന്നെ നമ്മളത് വേറെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ അത് കൊണ്ടുപോകാറുള്ളൂ. എല്ലാ വർഷവും പുതിയ ഡിസൈൻ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. UTV ന്യൂസ്, പാലക്കാട്.